ഹായ് ഫ്രണ്ട്സ്, LP-UP ബയോളജി സിലബസിലെ ജനിതകശാസ്ത്രം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ, നാളെയുടെ ജനിതകം എന്നീ 2 ചാപ്റ്ററുകളിലായാണ് ഈ കണ്ടൻറ്റ് വിശദീകരിക്കുന്നത്. ആദ്യം നമുക്ക് ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്ന ചാപ്റ്ററിലെ കണ്ടൻറ്റ് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി നമുക്ക് എന്താണ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ് എന്ന് നോക്കാം. പാരമ്പര്യത്തെയും വ്യതിയാനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ്. എന്താണ് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി? മാതാപിതാക്കളുടെ സവിശേഷതകൾ അവരുടെ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്ന പ്രക്രിയയാണ് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി. അതേസമയം മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകളെയാണ് വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ പാരമ്പര്യത്തെക്കുറിച്ചും വ്യതിയാനങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ് എന്നറിയപ്പെടുന്നത്. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന സയൻറ്റിസ്റ്റാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന സയൻറ്റിസ്റ്റ് തോട്ടപ്പയർ ചെടികളിൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് ജനിതക ശാസ്ത്രത്തിന് അടിത്തറ പാകിയത്. അതുകൊണ്ടാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡലിനെ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത്. 1822 ഓസ്ട്രിയയിലെ ബ്രൺ എന്ന സ്ഥലത്താണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ജനിച്ചത്. പൈസം സറ്റൈവം എന്ന ശാസ്ത്രീയ നാമമുള്ള തോട്ടപ്പയറിലെ 7 ജോഡി വിപരീത ഗുണങ്ങളാണ് അദ്ദേഹം പഠനവിധേയമാക്കിയത്. ചെടികളുടെ ഉയരം, പൂവിൻ്റെ സ്ഥാനം, വിത്തിൻ്റെ ആകൃതി, വിത്തിൻ്റെ ആവരണത്തിൻ്റെ നിറം, ബീജപത്രത്തിൻ്റെ നിറം, ഫലത്തിൻ്റെ ആകൃതി, ഫലത്തിൻ്റെ നിറം എന്നീ സ്വഭാവങ്ങളുടെ പ്രേഷണത്തെ വിലയിരുത്തിയാണ് അദ്ദേഹം പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിച്ചത്. ഇത്തരത്തിൽ അദ്ദേഹം നടത്തിയ പാരമ്പര്യ പ്രേഷണ പഠനങ്ങളിലൂടെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ 1 ജോഡി ഘടകങ്ങളുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഈ ഘടകങ്ങളെ അദ്ദേഹം പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും ചെയ്തു. അതിനുശേഷം 1866 അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചുവെങ്കിലും വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. പിന്നീട് 1884 അദ്ദേഹം അന്തരിച്ചു. പിൽക്കാലത്തുണ്ടായ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളുടെ പ്രാധാന്യം ലോകം ശ്രദ്ധിക്കപ്പെട്ടത്. പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേഷണത്തെക്കുറിച്ച് ഏറ്റവും ശാസ്ത്രീയമായ നിഗമനങ്ങളായിരുന്നു മെൻഡൽ അവതരിപ്പിച്ചത്. എന്നാൽ മെൻഡലിൻ്റെ അന്നത്തെ നിഗമനങ്ങളെ ശാസ്ത്രലോകം തള്ളിക്കളഞ്ഞു. പിന്നീട് കാൾ കോറൻസ്, എറിക് ഷെർമാർക്ക്, ഹ്യൂഗോ ഡി വ്രീസ് എന്നീ ശാസ്ത്രജ്ഞന്മാർ പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേഷണത്തെക്കുറിച്ച് ഇത്തരത്തിൽ സ്വതന്ത്രമായ പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. ഈ പഠനഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഗ്രിഗർ മെൻഡലിൻ്റെ പരീക്ഷണങ്ങളും നിഗമനങ്ങളും ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതോടെ ഗ്രിഗർ മെൻഡലിൻ്റെ അനുമാനങ്ങൾ ശാസ്ത്രീയമായി അംഗീകരിക്കുന്ന വിധത്തിൽ മൂവരും പഠനഫലങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് 1900 മെൻഡലിൻ്റെ അനുമാനങ്ങൾ നിയമങ്ങളായി പുനരാവിഷ്കരിക്കപ്പെട്ടത്. അതിനുശേഷമാണ് ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവായി മെൻഡൽ അറിയപ്പെട്ടത്. അടുത്തതായി നമ്മൾ മെൻഡൽ തോട്ടപ്പയർ അല്ലെങ്കിൽ പൈസം സറ്റൈവം എന്ന ചെടിയിൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പയർ ചെടികളിൽ ഉയരം എന്ന സ്വഭാവത്തിൻ്റെ 2 വിപരീത ഗുണങ്ങളെ അടിസ്ഥാനമാക്കി അദ്ദേഹം നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളുടെ ചിത്രീകരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് ഉയരം എന്ന സ്വഭാവത്തിൻ്റെ 2 വിപരീത ഗുണങ്ങളാണ് ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും. ഇതിനകത്ത് ഉയരം കൂടിയ പയറുചെടികളെയാണ് 2 ക്യാപിറ്റൽ T ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഉയരം കുറഞ്ഞ പയറുചെടികളെയാണ് 2 സ്മോൾ t ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഉയരം കൂടിയ പയറുചെടിയും ഉയരം കുറഞ്ഞ പയറുചെടിയും തമ്മിലാണ് വർഗസങ്കരണം നടത്തുന്നത്. ഇങ്ങനെ വർഗസങ്കരണം നടത്തുന്ന സമയത്ത് ഒരു ചെടിയെ മാതൃസസ്യമായും ഒരു ചെടിയെ
പിതൃസസ്യമായുമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇവിടെ ഉയരം കൂടിയ ചെടിയെ പിതൃസസ്യമായും ഉയരം കുറഞ്ഞ ചെടിയെ മാതൃസസ്യമായും പരിഗണിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഉയരം കൂടിയ പയറുചെടിയിൽ നിന്നുണ്ടാവുന്ന ബീജകോശമാണ് ഈ ക്യാപിറ്റൽ ടി. അതുപോലെ ഉയരം കുറഞ്ഞ ഈ മാതൃസസ്യത്തിൽ നിന്നുണ്ടാവുന്ന ബീജകോശമാണ് ഈ സ്മോൾ ടി. ബീജസംയോഗം നടക്കുന്ന സമയത്ത് ഈ രണ്ട് ബീജകോശങ്ങളും കൂടിച്ചേർന്നുണ്ടാവുന്ന ഒന്നാം തലമുറയിൽ നമുക്ക് കിട്ടുന്ന സസ്യമാണ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇങ്ങനെ ബീജസംയോഗം നടന്ന് ഒന്നാം തലമുറ അല്ലെങ്കിൽ F1 ജനറേഷനിൽ ലഭിച്ച എല്ലാ പയറ് ചെടികളും ഉയരം കൂടിയവ ആയിരുന്നു. ഇങ്ങനെ ഒരു ജോഡി വിപരീത ഗുണങ്ങളെ നമ്മൾ വർഗസങ്കരണത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്തതികളിൽ ഈ രണ്ട് വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം പ്രകടമാവുകയും മറ്റൊരു ഗുണം അവിടെ മറഞ്ഞിരിക്കുകയും ചെയ്യും. ഒന്നാം തലമുറയിൽ ഈ പ്രകടമാകുന്ന ഗുണത്തെ പ്രകടഗുണം അല്ലെങ്കിൽ ഡോമിനൻ്റ് ട്രെയ്റ്റ് എന്നും അവിടെ മറഞ്ഞിരിക്കുന്ന ആ ഗുണത്തെ റെസസീവ് ട്രെയ്റ്റ് അല്ലെങ്കിൽ ഗുപ്തഗുണം എന്നുമാണ് വിളിക്കുന്നത്. അതായത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആ എക്സ്പെരിമെൻ്റ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഉയരം കൂടിയൊരു പയറുചെടിയെ ഉയരം കുറഞ്ഞ ഒരു പയറുചെടിയുമായാണ് വർഗസങ്കരണം നടത്തിയത്. ഉയരം കൂടിയ ചെടിയിൽ നിന്നുണ്ടാവുന്ന ബീജകോശവും ഉയരം കുറഞ്ഞ ചെടിയിൽ നിന്നുണ്ടാവുന്ന ബീജകോശവും ബീജസംയോഗം നടന്ന് കൂടിച്ചേർന്ന് നമുക്ക് ലഭിച്ചത് ഒരു ഉയരം കൂടിയ പയറുചെടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉയരം കൂടിയൊരു പയറുചെടിയും ഉയരം കുറഞ്ഞൊരു പയറുചെടിയും തമ്മിൽ വർഗസങ്കരണം നടത്തുന്ന സമയത്ത് ഒരു ഗുണം മാത്രമാണ് ഈ ഒന്നാം തലമുറയിൽ പ്രകടമായത്. ഈ പ്രകടമായ ഉയര കൂടുതൽ എന്നുള്ള ഈ ഗുണത്തെയാണ് പ്രകടഗുണം എന്ന് വിളിക്കുന്നത്. അതേസമയം ഇവിടെ മറഞ്ഞിരിക്കുന്ന ഉയരക്കുറവ് എന്ന് പറയുന്ന ഈ ഗുണത്തെയാണ് ഗുപ്തഗുണം അല്ലെങ്കിൽ റെസസീവ് ട്രെയ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ ഉയരം കൂടിയൊരു പയറുചെടിയും ഉയരം കുറഞ്ഞൊരു പയറുചെടിയും തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് എന്തുകൊണ്ട് ഇടത്തരം ഉയരമുള്ളൊരു ചെടി ഉണ്ടാവുന്നില്ല എന്നതും, അതുപോലെ ഒന്നാം തലമുറയിൽ എന്തുകൊണ്ടാണ് ഉയരക്കുറവിന് കാരണമായ ഒരു ഘടകം മാത്രം അവിടെ മറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും മെൻഡലിനെ പിന്നീട് തുടരന്വേഷണങ്ങൾക്ക് പ്രേരിപ്പിച്ചു. ഈ ഒന്നാം തലമുറയിൽ ഈ സസ്യത്തിൻ്റെ ഉയരക്കുറവിന് കാരണമായ ഘടകത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിനായാണ് മെൻഡൽ ഒന്നാം തലമുറയിൽ അദ്ദേഹത്തിന് ലഭിച്ച ഈ സസ്യത്തെ സ്വപരാഗണത്തിന് വിധേയമാക്കി. ഒന്നാം തലമുറയിൽ അദ്ദേഹത്തിന് ലഭിച്ച ഈ സസ്യത്തിനെ സ്വയം പരാഗണത്തിന് വിധേയമാക്കിയതിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ചിത്രീകരണം നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഒന്നാം തലമുറയിൽ മെൻഡലിന് ലഭിച്ച സസ്യമാണ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇത് ഉയരം കൂടിയ സസ്യമാണ്. ഇതിനെയാണ് അദ്ദേഹം സ്വയം പരാഗണത്തിന് വിധേയമാക്കിയത്. ക്യാപിറ്റൽ ടി, സ്മോൾ ടി ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ ടി, സ്മോൾ ടി. അതായത് ഉയരം കൂടിയ രണ്ട് പയറ് ചെടികളെ സ്വപരാഗണത്തിന് വിധേയമാക്കി. വർഗസങ്കരണം നടത്തുന്ന സമയത്ത് നമ്മളൊരു ചെടിയെ പിതൃസസ്യമായും ഒരു ചെടിയെ മാതൃസസ്യമായും പരിഗണിക്കും. ഇവിടെ നമ്മൾ ഈ ചെടിയെ പിതൃസസ്യമായും ഇതിനെ നമ്മൾ മാതൃസസ്യമായും കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ പിതൃസസ്യത്തിൽ നിന്നും രൂപപ്പെടുന്ന രണ്ട് ബീജകോശങ്ങളാണ് ഒന്ന് ക്യാപിറ്റൽ ടിയും മറ്റൊന്ന് സ്മോൾ ടിയും. ഈ മാതൃസസ്യത്തിൽ നിന്നും രൂപപ്പെടുന്ന രണ്ട് ബീജകോശങ്ങളാണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ പിതൃസസ്യമായി പരിഗണിച്ച ചെടി, ഇതാണ് മാതൃസസ്യമായി പരിഗണിച്ച ചെടി. രണ്ട് ചെടികളും ഉയരം കൂടിയ ചെടികളാണ്. ഈ ചെടിയിൽ നിന്ന് രണ്ട് തരത്തിലുള്ള ബീജകോശങ്ങളാണ് രൂപപ്പെടുന്നത്, ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇവിടെയും അതുപോലെ തന്നെ രണ്ട് തരത്തിലുള്ള ബീജകോശങ്ങൾ ഈ ചെടിയിലും രൂപപ്പെടുന്നു. അടുത്ത ഘട്ടത്തിൽ ബീജസംയോഗം നടന്ന് ഈ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ ടിയും ഈ ക്യാപിറ്റൽ ടിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി. ദെൻ ഈ ബീജകോശവും ഈ ബീജകോശവും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഈ ബീജകോശവും ഇതും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഈ രണ്ട് ബീജകോശങ്ങൾ തമ്മിൽ ചേർന്നാൽ സ്മോൾ ടി. ഇത് പൊക്കം കൂടിയ പയറുചെടിയാണ്.
ഇത് രണ്ടും പൊക്കം കൂടിയ പയറുചെടിയാണ്, ഇത് പൊക്കം കുറഞ്ഞ പയറുചെടിയാണ്. ഇനി ചിത്രീകരണം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് രണ്ടാം തലമുറയിൽ 4 പുതിയ ചെടികൾ ഉണ്ടാവുന്ന സമയത്ത് 3 ചെടികൾ ഉയരം കൂടിയതും 1 ഉയരം കുറഞ്ഞതുമായിരിക്കും. ഒരു ഉയരം കൂടിയ പയറുചെടിയും ഒരു ഉയരം കുറഞ്ഞ പയറുചെടിയും തമ്മിൽ വർഗസങ്കരണം നടത്തുന്ന സമയത്ത് ഒന്നാം തലമുറയിൽ മറഞ്ഞിരുന്ന ഉയരക്കുറവ് എന്ന ഗുണം രണ്ടാം തലമുറയിൽ പ്രകടമാവുന്നതായി കാണാം. ഇതിൻ്റെ കാരണം എന്തായിരിക്കാം എന്നുള്ളതാണ് മെൻഡൽ പിന്നീട് പഠനങ്ങൾക്ക് വിധേയമാക്കിയത്. ഒരു ചെടിയിലെ മാതൃപിതൃ സസ്യങ്ങളിൽ നിന്ന് ലിംഗകോശങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഓരോ സ്വഭാവത്തെയും നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ പരസ്പരം കൂടിക്കലരാതെ വേർപിരിയുന്നതാണ് ഇതിന് കാരണമെന്ന് പിന്നീട് മെൻഡൽ അനുമാനിച്ചു. അതായത് ഒന്നാം തലമുറയിലെ സസ്യത്തെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത് ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും ഉപയോഗിച്ചാണ്. ഈ ഒന്നാം തലമുറ സസ്യത്തിൽ നിന്നും ലിംഗകോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പകുതി എണ്ണത്തിൽ ക്യാപിറ്റൽ ടിയും പകുതി എണ്ണത്തിൽ സ്മോൾ ടിയും ആയിരിക്കും. ഇത്തരത്തിൽ ഒരു ചെടിയിൽ ലിംഗകോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ 2 സ്വഭാവത്തെയും നിർണ്ണയിക്കുന്ന ഈ ഘടകങ്ങൾ പരസ്പരം കൂടിക്കലരാതെ വേർപിരിയുന്നത് കൊണ്ടാണ് ഒന്നാം തലമുറയിൽ പ്രകടമാവാതിരുന്ന പൊക്കക്കുറവ് എന്ന് പറയുന്ന ഈ ഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇത്തരത്തിൽ മെൻഡൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളിൽ നിന്നും അദ്ദേഹം രൂപീകരിച്ച പ്രധാനപ്പെട്ട അനുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. സെക്കൻഡ് വൺ, ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാവുകയും മറ്റൊന്ന് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. തേർഡ് വൺ, ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ പ്രകടമാകുന്നുണ്ട്. ഫോർത്ത് വൺ, രണ്ടാം തലമുറയിലെ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങളുടെ അനുപാതമാണ് 3:1 എന്ന് പറയുന്നത്. ഈ അനുപാതമാണ് ഏകസങ്കരാനുപാതം അല്ലെങ്കിൽ മോണോഹൈബ്രിഡ് റേഷ്യോ എന്നറിയപ്പെടുന്നത്. ഒന്നിവിടെ ശ്രദ്ധിക്കുക. ആദ്യത്തെ അനുമാനമായി പറയുന്നത് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. അപ്പോൾ നമ്മൾ പയറ് ചെടിയിൽ ഉയരക്കൂടുതൽ എന്ന് പറയുന്ന സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഈ 2 ഘടകങ്ങൾ ചേർന്നാണ്. അതേസമയം ഉയരക്കുറവ് എന്ന് പറയുന്ന സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് സ്മോൾ ടി എന്ന് പറയുന്ന 2 ഘടകങ്ങൾ ചേർന്നാണ്. രണ്ടാമത്തെ അനുമാനമായി അദ്ദേഹം പറയുന്നത് ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാവുകയും മറ്റൊന്ന് മറഞ്ഞിരിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാം തലമുറയിൽ നമുക്ക് ലഭിക്കുന്ന സസ്യമാണ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇതിനകത്ത് പൊക്ക കൂടുതൽ എന്ന് പറയുന്ന ഗുണം പ്രകടമാവുകയും പൊക്കക്കുറവ് എന്ന് പറയുന്ന ഗുണം അവിടെ മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി പറയുന്നത് ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ പ്രകടമാകുന്നു എന്നാണ്. അത് നമ്മൾ നേരത്തെ വർഗസങ്കരണ പരീക്ഷണത്തിൽ കണ്ടതാണ്. നമുക്ക് രണ്ടാം തലമുറയിൽ 4 സസ്യങ്ങൾ ലഭിക്കുന്ന സമയത്ത് 3 എണ്ണം പൊക്കം കൂടിയതും 1 പൊക്കം കുറഞ്ഞ ചെടിയുമാണ്. ഇതിൻ്റെ ഈ അനുപാതമാണ് നാലാമത്തെ അനുമാനമായിട്ട് പറയുന്നത്. അതായത് രണ്ടാം തലമുറയിൽ F2 ജനറേഷനിൽ പ്രകടമാകുന്നതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങളുടെ അനുപാതം 3:1 ആയിരിക്കും. 3 ചെടികൾ ഉയരം കൂടിയതും 1 ഉയരം കുറഞ്ഞതുമായിരുന്നു. ഈ അനുപാതമാണ് മോണോ ഹൈബ്രിഡ് റേഷ്യോ അല്ലെങ്കിൽ ഏകസങ്കരാനുപാതം എന്നറിയപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരു സ്വഭാവത്തിൻ്റെ 2 വിപരീത ഗുണങ്ങളെ അടിസ്ഥാനമാക്കി നടത്തുന്ന വർഗസങ്കരണത്തെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കുന്നത്. ഈ രീതിയിൽ മെൻഡൽ നടത്തിയ മോണോ ഹൈബ്രിഡ് ക്രോസുകളെ അടിസ്ഥാനമാക്കി അദ്ദേഹം രൂപീകരിച്ച 2 നിയമങ്ങളാണ് പ്രകട സ്വഭാവ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡോമിനൻസും വിവേചന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് സെഗ്രിഗേഷനും. 2 നിയമങ്ങളുടെ പേരൊന്ന് ഓർത്ത് വയ്ക്കുക. മോണോ ഹൈബ്രിഡ് ക്രോസിനെ അടിസ്ഥാനമാക്കി മെൻഡൽ രൂപീകരിച്ച 2 നിയമങ്ങളാണ് ലോ ഓഫ് ഡോമിനൻസ് അല്ലെങ്കിൽ പ്രകട സ്വഭാവ നിയമം,
ലോ ഓഫ് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ വിവേചന നിയമം. അടുത്തതായി നമുക്ക് ജീനുകളും അലീലുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ അവരുടെ സന്താനങ്ങളിലേക്ക് കൈമാറുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളാണെന്നാണ് മെൻഡൽ അനുമാനിച്ചത്. പിൽക്കാല പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഘടകങ്ങൾ ഒരു കോശത്തിനകത്തെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ക്രോമസോമുകളിലെ ജീനുകളാണെന്ന് കണ്ടെത്തിയത്. നമ്മുടെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരു ജീനിന് വ്യത്യസ്ത തരങ്ങളുണ്ടാവും. ഈ തരങ്ങളെയാണ് അലീലുകൾ എന്ന് വിളിക്കുന്നത്. സാധാരണയായി ഒരു ജീനിന് 2 അലീലുകളാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉയരം എന്ന സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിൻ്റെ 2 വ്യത്യസ്ത അലീലുകളാണ്, ഒന്ന് ക്യാപിറ്റൽ ടിയും മറ്റൊന്ന് സ്മോൾ ടിയും. ഇതിനകത്ത് ക്യാപിറ്റൽ ടി എന്ന അലീൽ ഉയരക്കൂടുതലിനെയും സ്മോൾ ടി എന്ന അലീൽ ഉയരക്കുറവിനെയും കാണിക്കുന്നു. 1-ാം തലമുറയിൽ പ്രകടമാവുന്ന ഗുണത്തെ നിർണ്ണയിക്കുന്ന അലീലിനെ ഇംഗ്ലീഷിലെ വലിയ അക്ഷരത്തിലും അതേസമയം പ്രകടമാവാതെ ഗുപ്തമായി ഇരിക്കുന്ന അലീലിനെ ചെറിയ അക്ഷരത്തിലുമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഉയരക്കൂടുതൽ എന്ന സ്വഭാവത്തെ ക്യാപിറ്റൽ ടി ഉപയോഗിച്ചും ഉയരക്കുറവ് എന്ന സ്വഭാവത്തെ സ്മോൾ ടി ഉപയോഗിച്ചും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻഡൽ നടത്തിയ ഒരു ഡൈ ഹൈബ്രിഡ് ക്രോസാണ്. മെൻഡൽ അദ്ദേഹത്തിൻ്റെ ആദ്യ പരീക്ഷണത്തിൽ ഒരു ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേഷണമാണ് നിരീക്ഷണ വിധേയമാക്കിയത്. എന്നാൽ അദ്ദേഹം അടുത്ത ഘട്ടത്തിൽ ഒരേ ചെടിയിലെ 2 ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേഷണമാണ് നിരീക്ഷണ വിധേയമാക്കിയത്. ഇത്തരത്തിൽ 2 ജോഡി വിപരീത ഗുണങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ ചെയ്യുന്ന വർഗസങ്കരണത്തെയാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കുന്നത്. അതായത് മോണോ ഹൈബ്രിഡ് ക്രോസിൽ ഒരു ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേഷണമാണ് നമ്മൾ നിരീക്ഷിച്ചത്. അതേസമയം ഡൈ ഹൈബ്രിഡ് ക്രോസിൽ 2 ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേഷണമാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ഒരു ചെടിയുടെ ഉയരത്തോടൊപ്പം വിത്തിൻ്റെ ആകൃതിയും പരിഗണിച്ചുകൊണ്ട് മെൻഡൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണത്തിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യത്തെ ക്രോസിൽ നമ്മൾ ഒരു സ്വഭാവം മാത്രമാണ് പരിഗണിച്ചത്, അതായത് ഉയരം. അതിനകത്ത് ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും തമ്മിലാണ് നമ്മൾ ക്രോസ് ചെയ്തത്. എന്നാൽ ഈ ഡൈഹൈബ്രിഡ് ക്രോസിൽ 2 ഗുണങ്ങളാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഉയരം എന്ന് പറയുന്ന സ്വഭാവത്തോടൊപ്പം വിത്തിൻ്റെ ആകൃതിയും കൂടെ പരിഗണിക്കുകയാണ്. അപ്പോൾ ഉരുണ്ട വിത്തുകളുള്ള സസ്യമുണ്ട്, ചുളുങ്ങിയ വിത്തുകളുള്ള സസ്യമുണ്ട്. ഈ വർഗസങ്കരണത്തിൽ നമ്മൾ പിതൃമാതൃ സസ്യങ്ങളായി പരിഗണിക്കുന്നത് ഉയരം കൂടിയ ഉരുണ്ട വിത്തുകളോട് കൂടിയ സസ്യത്തെയും ഉയരം കുറഞ്ഞ് ചുളുങ്ങിയ വിത്തുകളോട് കൂടിയ സസ്യത്തെയുമാണ്. ഉയരം കൂടിയ ഉരുണ്ട വിത്തുകളോട് കൂടിയ ചെടിയാണ് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. അതായത് ഇതിനകത്ത് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഉയരക്കൂടുതലിനെയും ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഉരുണ്ട വിത്തിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം ഉയരം കുറഞ്ഞ് ചുളുങ്ങിയ വിത്തുകളോട് കൂടിയ ചെടിയാണ് സ്മോൾ ടി, സ്മോൾ ആർ. സ്മോൾ ടി എന്നുള്ളത് ഉയരക്കുറവിനെയും സ്മോൾ ആർ എന്നുള്ളത് ചുളുങ്ങിയ വിത്തിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ ചെടിയിൽ നിന്നുണ്ടാവുന്ന ബീജകോശങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. 2 ക്യാപിറ്റൽ ടിന്ന് ഒരു ക്യാപിറ്റൽ ടിയും 2 ക്യാപിറ്റൽ ആറിന് ഒരു ക്യാപിറ്റൽ ആറും. ഈ സസ്യത്തിൽ നിന്നുണ്ടാവുന്ന ബീജകോശമാണ് സ്മോൾ ടി, സ്മോൾ ആർ. 2 സ്മോൾ ടിയിൽ നിന്ന് ഒരു സ്മോൾ ടിയും 2 സ്മോൾ ആറിൽ നിന്ന് ഒരു ആറും ചേർന്ന് സ്മോൾ ടി, സ്മോൾ ആർ എന്ന് പറയുന്ന ബീജകോശം രൂപപ്പെട്ടു. ഇനി 2 ബീജകോശങ്ങളും ബീജസംയോഗം നടക്കുന്ന സമയത്ത് കൂടിച്ചേരുകയാണ്. അങ്ങനെ കൂടിച്ചേരുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന സസ്യമാണ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ. അതായത് ആദ്യ ബീജകോശത്തിലെ ക്യാപിറ്റൽ ടിയും രണ്ടാമത്തെ ബീജകോശത്തിലെ സ്മോൾ ടിയും അതേപോലെ ആദ്യത്തെ ബീജകോശത്തിലെ ക്യാപിറ്റൽ ആറും രണ്ടാമത്തെ ബീജകോശത്തിലെ സ്മോൾ ആറും ചേർന്ന് 1-ാം തലമുറ അല്ലെങ്കിൽ F1 ജനറേഷനിൽ നമുക്ക് ലഭിക്കുന്ന ചെടിയാണ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഈ ചെടിയുടെ പ്രത്യേകത എന്തായിരിക്കും? ഇപ്പോൾ നമുക്ക് ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവും.
ക്യാപിറ്റൽ ടി ഇവിടെ വന്നതുകൊണ്ട് ഇത് പൊക്കം കൂടിയ ചെടിയായിരിക്കും. ക്യാപിറ്റൽ ആർ ഇവിടെ വന്നതുകൊണ്ട് ഇത് ഉരുണ്ട വിത്തുകളോട് കൂടിയ ചെടിയായിരിക്കും. അപ്പോൾ ഒന്നാം തലമുറയിൽ നമുക്ക് ലഭിക്കുന്നത് ഉയരം കൂടിയ ഉരുണ്ട വിത്തുകളുള്ള ചെടിയാണ് ഒന്നാം തലമുറയിൽ ലഭിക്കുന്നത്. ഈ വർഗസങ്കരണത്തിൻ്റെ ഒന്നാം തലമുറ ലഭിച്ചതിന് ശേഷം അദ്ദേഹം ഈ ഒന്നാം തലമുറയുടെ സ്വപരാഗണം നടത്തി. അതായത് ഒന്നാം തലമുറയിൽ ലഭിച്ച സസ്യമാണ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഈ ചെടിയെ സ്വപരാഗണത്തിന് വിധേയമാക്കുകയാണ് ചെയ്തത്. അതായത് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അതായത് ഒന്നാം തലമുറയിൽ ലഭിച്ച ഉയരം കൂടിയ ഉരുണ്ട വിത്തുകളോട് കൂടിയ ഈ ചെടികളെ സ്വപരാഗണത്തിന് വിധേയമാക്കി. ഈ രീതിയിൽ ഈ ചെടികളെ സ്വപരാഗണത്തിന് വിധേയമാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാം തലമുറയിൽ ലഭിക്കുന്ന സസ്യങ്ങളുടെ ചിത്രീകരണമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിൽ നിന്ന് രൂപപ്പെടുന്ന ബീജകോശങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ഇപ്പോൾ ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ഇതാണ് നമ്മുടെ പിതൃമാതൃ സസ്യം. ഇതിൽ നിന്ന് രൂപപ്പെടുന്ന ബീജകോശങ്ങളാണ് ഒന്ന് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, മറ്റൊന്ന് ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, മറ്റൊന്ന് സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, മറ്റൊന്ന് സ്മോൾ ടി, സ്മോൾ ആർ. ഇങ്ങനെ പിതൃസസ്യത്തിൽ നിന്ന് 4 ബീജകോശങ്ങളും ഇതേപോലെ മാതൃസസ്യത്തിൽ നിന്ന് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ടി, സ്മോൾ ആർ തുടങ്ങിയ 4 തരം ബീജകോശങ്ങൾ രൂപപ്പെടുന്നു. അതിനുശേഷം ബീജസംയോഗം നടക്കുന്ന സമയത്ത് ഈ ബീജകോശങ്ങൾ കൂടിച്ചേർന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ നമുക്ക് പിതൃസസ്യത്തിൽ നിന്ന് 4 തരം ബീജകോശങ്ങൾ രൂപപ്പെടുന്നുണ്ട്. മാതൃകോശത്തിൽ നിന്നും 4 തരത്തിലുള്ള ബീജകോശങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഈ 4 ബീജകോശങ്ങളും പരസ്പരം കൂടിച്ചേരുന്ന സമയത്ത് 16 തരത്തിലുള്ള സസ്യങ്ങളാണ് ഈ രണ്ടാം തലമുറയിൽ രൂപപ്പെടുന്നത്. ഇങ്ങനെ രണ്ടാം തലമുറയിൽ രൂപപ്പെടുന്ന സസ്യങ്ങളെയാണ് നമ്മളിവിടെ ഈ ഒരു ചെക്കർ ബോർഡ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഈ ചെക്കർ ബോർഡൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ ബീജകോശവും ചേർന്നുണ്ടാവുന്ന സസ്യമാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. അടുത്തതായി ഈ ബീജകോശവും ചേർന്നുണ്ടാവുന്ന സസ്യമാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇത്തരത്തിൽ ഈ ബീജകോശത്തെ ഈ 4 ബീജകോശങ്ങളുമായി കൂടിച്ചേർന്ന് ഈ പറയുന്ന 4 തരത്തിലുള്ള ചെടികളുണ്ടാവുന്നു. ദെൻ അടുത്ത ഈ രണ്ടാമത്തെ ബീജകോശം ഈ 4 കൂടിച്ചേർന്ന് അടുത്ത 4 സസ്യങ്ങൾ, ഇത് അടുത്ത 4 ബീജകോശങ്ങളുമായി കൂടിച്ചേർന്നുണ്ടാവുന്നവയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ 4ാമത്തെ ബീജകോശം കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് ഈ അവസാനത്തെ കള്ളികളിൽ കാണിച്ചിട്ടുള്ള സസ്യങ്ങൾ. ഇനി നമുക്ക് ഈ രണ്ടാം തലമുറയിൽ ഏതൊക്കെ തരത്തിലുള്ള സസ്യങ്ങളാണ് ലഭിച്ചതെന്ന് നോക്കാം. 4 തരത്തിലുള്ള സസ്യങ്ങളാണ് നമുക്ക് ഈ രണ്ടാം തലമുറയിൽ ലഭിച്ചിട്ടുള്ളത്. ഉയരം കൂടിയ ഉരുണ്ട വിത്തുകളോട് കൂടിയ ചെടികൾ, ഉയരം കൂടിയ ചുളുങ്ങിയ വിത്തുകളുള്ള ചെടികൾ, ഉയരം കുറഞ്ഞ ഉരുണ്ട വിത്തുകളോട് കൂടിയ ചെടികൾ, ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്തുകളോട് കൂടിയ ചെടികൾ. ഇനി ഓരോന്നിൻ്റെ എണ്ണം എത്രയും നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഉയരം കൂടിയ ഉരുണ്ട വിത്തുകളോട് കൂടിയ ചെടികൾ എത്ര ഉണ്ട് നമുക്ക് നോക്കാം. ഉയരം കൂടിയ ഉരുണ്ട വിത്ത്, ഇത് ആ തരത്തിൽപ്പെട്ട ചെടിയാണ്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4, 5, 6, 7, 8, 9. അതായത് ഈ 16 എണ്ണത്തിൽ 9 ചെടികളാണ് ഉയരം കൂടിയ ഉരുണ്ട വിത്തുകളോട് കൂടിയ ചെടികൾ. അപ്പോൾ ഇതിൻ്റെ എണ്ണം 9. ഇനി അടുത്തത് ഉയരം കൂടിയ ചുളുങ്ങിയ വിത്തുകളോട് കൂടിയ ചെടികളാണ്. ഇവിടെ ഒന്നുണ്ട്, 2, 3. അപ്പോൾ ഉയരം കൂടിയ ചുളുങ്ങിയ വിത്തുകളോട് കൂടിയ സസ്യങ്ങളുടെ എണ്ണം 3. അടുത്തത് ഉയരം കുറഞ്ഞ ഉരുണ്ട വിത്തുകളോട് കൂടിയ ചെടികൾ 1, 2, 3. ഉയരം കുറഞ്ഞ ഉരുണ്ട വിത്തുകളോട് കൂടിയ സസ്യങ്ങളുടെ എണ്ണം 3. അടുത്തത് ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്തുകളോട് കൂടിയ ചെടികൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ, 1. അപ്പോൾ നമുക്ക് ഈ അനുപാതം ഒന്ന് നോക്കാം. 9:3:3:1. ഈ അനുപാതമാണ്
ഡൈഹൈബ്രിഡ് റേഷ്യോ അല്ലെങ്കിൽ ദ്വിസങ്കരാനുപാതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നേരത്തെ നമ്മളൊരു അനുപാതം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകസങ്കരാനുപാതം. ഏകസങ്കരാനുപാതം എന്ന് പറയുന്നത് 3:1 ആണ്. അതേസമയം 9:3:3:1 എന്ന ഈ അനുപാതമാണ് ഡൈഹൈബ്രിഡ് റേഷ്യോ അല്ലെങ്കിൽ ദ്വിസങ്കരാനുപാതം എന്നറിയപ്പെടുന്നത്. ഈ രണ്ടാം തലമുറയിൽ നമുക്ക് ലഭിച്ച സസ്യങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കളിൽ പ്രകടമാവാത്ത 2 സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ കാണുന്നതായിട്ട് കാണാം. അതായത് ഉയരം കൂടിയ ചുളുങ്ങിയ വിത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്വഭാവം നമുക്ക് മാതാപിതാക്കളിൽ കാണാൻ കഴിയില്ല. അതുപോലെ ഉയരം കുറഞ്ഞ ഉരുണ്ട വിത്ത് എന്ന് പറയുന്ന ഈ സ്വഭാവവും നമുക്ക് മാതാപിതാക്കളിൽ കാണാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പുതിയ സ്വഭാവ സവിശേഷതകളോട് കൂടിയ സന്താനങ്ങൾ ഈ രണ്ടാം തലമുറയിൽ രൂപപ്പെടാനുണ്ടായ കാരണം? അതായത് ഇവിടെ നമ്മൾ 2 ജോഡി ഗുണങ്ങളാണ് നമ്മൾ പരിഗണിച്ചത്. ഇത്തരത്തിൽ 2 ജോഡി ഗുണങ്ങൾ പരിഗണിക്കുന്ന സമയത്ത് ഓരോ സ്വഭാവത്തെയും നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നത് കൊണ്ടാണ് സന്താനങ്ങളിൽ വ്യതിയാനങ്ങൾ രൂപപ്പെടുന്നതെന്നാണ് മെൻഡൽ വിശദീകരിച്ചത്. അതുകൊണ്ടാണ് മുൻ തലമുറയിലില്ലാത്ത സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ കാണപ്പെടുന്നത്. ഈ രീതിയിൽ മെൻഡൽ നടത്തിയ ഡൈഹൈബ്രിഡ് ക്രോസിനെ അടിസ്ഥാനമാക്കി അദ്ദേഹം രൂപീകരിച്ച നിയമമാണ് സ്വതന്ത്ര അപവ്യൂഹന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. വർഗസങ്കരണ പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി 3 നിയമങ്ങളാണ് ഗ്രിഗർ മെൻഡൽ അവതരിപ്പിച്ചത്. ഫസ്റ്റ് വൺ പ്രകട സ്വഭാവ നിയമം, സെക്കൻഡ് വൺ വിവേചന നിയമം, തേർഡ് വൺ അപവ്യൂഹന നിയമം. ഇതിനകത്ത് ആദ്യത്തെ 2 നിയമങ്ങളും ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിനെ അടിസ്ഥാനമാക്കിയും മൂന്നാമത്തെ നിയമമായ സ്വതന്ത്ര അപവ്യൂഹന നിയമം ഒരു ഡൈഹൈബ്രിഡ് ക്രോസിനെ അടിസ്ഥാനമാക്കിയുമാണ് രൂപീകരിച്ചത്. ഈ രീതിയിലുള്ള വർഗസങ്കരണ പരീക്ഷണങ്ങളിലൂടെ പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേഷണത്തിന് കാരണമെന്ന് മെൻഡൽ വിശേഷിപ്പിച്ച ഈ ഘടകങ്ങളുടെ യഥാർത്ഥ രൂപമോ സവിശേഷതയോ ഒന്നും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദങ്ങളിൽ വരെ നമുക്ക് കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് നടന്ന പഠനങ്ങളിലൂടെ ഈ പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേഷണത്തിൽ ന്യൂക്ലിക് ആസിഡായ DNA തന്മാത്രയ്ക്കുള്ള പ്രാധാന്യം ബോധ്യപ്പെടുകയും ഘടകങ്ങൾ എന്ന് മെൻഡൽ വിശേഷിപ്പിച്ച ഈ പാരമ്പര്യവാഹകർ DNA-യിൽ കാണപ്പെടുന്ന ജീനുകളാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ക്രോമസോമുകളിലെ DNA-യുടെ ഘടനയെ സംബന്ധിച്ച കണ്ടെത്തലുകളാണ് പിൽക്കാലത്ത് ജനിതക ഗവേഷണങ്ങൾക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറിയത്. തന്മാത്രാ ജനിതക ശാസ്ത്രം എന്ന ഈ ശാസ്ത്രശാഖ ഇന്ന് ഏറ്റവും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവേഷണ മേഖലയാണ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ DNA എന്ന മോളിക്യൂളിൻ്റെ ഘടനയെക്കുറിച്ചാണ്. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നാണ് 1953 DNA-യുടെ ചുറ്റുഗോവണി മാതൃക ആദ്യമായി അവതരിപ്പിച്ചത്. 1962 ഈ ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ച ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും നോബൽ സമ്മാനം ലഭിക്കുന്നത്. ചുറ്റുഗോവണി മാതൃക അല്ലെങ്കിൽ ഡബിൾ ഹെലിക്സ് മോഡൽ പ്രകാരം DNA തന്മാത്രകൾ 2 ഇഴകൾ ചേർന്നാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നുള്ള 2 നെടിയ ഇഴകളും നൈട്രജൻ ബേസുകൾ ചേർന്നുള്ള പടികളുമുള്ള ഒരു ഘടനയാണ് ചുറ്റുഗോവണി മാതൃകയിൽ വാട്സണും ക്രിക്കും ചേർന്ന് അവതരിപ്പിച്ചത്. ഈ ചിത്രീകരണം ഒന്ന് ശ്രദ്ധിക്കുക. ഈ മാതൃകയാണ് വാട്സണും ക്രിക്കും അവതരിപ്പിച്ച ചുറ്റുഗോവണി മാതൃക എന്നറിയപ്പെടുന്നത്. ഈ ഇഴകളെയാണ് നെടിയ ഇഴകൾ എന്ന് പറയുന്നത്. 2 നെടിയ ഇഴകളും ഇവയെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ പടികളും ചേർന്നാണ് ചുറ്റുഗോവണി മാതൃക രൂപപ്പെടുന്നത്. പഞ്ചസാര തന്മാത്രയും ഫോസ്ഫേറ്റും ചേർന്നാണ് ഈ ഇഴകൾ രൂപപ്പെടുന്നത്. അതേസമയം ഇതിനകത്തെ പടികൾ രൂപപ്പെട്ടിരിക്കുന്നത് നൈട്രജൻ ബേസുകൾ ചേർന്നാണ് ഈ പടികൾ രൂപപ്പെട്ടിരിക്കുന്നത്. DNA-യുടെ ഘടന നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ആദ്യം നമ്മൾ DNA-യുടെ ഫുൾ ഫോം ഒന്ന് ശ്രദ്ധിക്കുക. ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഒരു ന്യൂക്ലിക് ആസിഡ് തന്മാത്രയാണ് DNA എന്ന് പറയുന്നത്.
ഒരു ന്യൂക്ലിക് ആസിഡ് തന്മാത്രയുടെ അടിസ്ഥാന ഘടകങ്ങളെയാണ് ന്യൂക്ലിയോടൈഡുകൾ എന്ന് വിളിക്കുന്നത്. അതായത് നിരവധി ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാണ് ഒരു ന്യൂക്ലിക് ആസിഡ് തന്മാത്ര രൂപപ്പെടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഒരു നൈട്രജൻ ബേസും ചേർന്നാണ് ഒരു ന്യൂക്ലിയോടൈഡ് രൂപം കൊള്ളുന്നത്. അതായത് ഒരു പഞ്ചസാര തന്മാത്ര, ഒരു ഫോസ്ഫേറ്റ് തന്മാത്ര, ഒരു നൈട്രജൻ ബേസും ചേർന്നാണ് ഒരു ന്യൂക്ലിയോടൈഡ് തന്മാത്ര രൂപം കൊള്ളുന്നത്. നമ്മുടെ DNA-യിൽ കാണപ്പെടുന്ന പഞ്ചസാരയാണ് ഡീഓക്സി റൈബോസ് എന്നറിയപ്പെടുന്നത്. ഇതാണ് ഒരു ഘടകം. രണ്ടാമത്തെയാണ് നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞത്. നൈട്രജൻ അടങ്ങിയതും ക്ഷാര സ്വഭാവമുള്ളതുമായ തന്മാത്രകളെയാണ് നമ്മൾ നൈട്രജൻ ബേസുകൾ എന്ന് വിളിക്കുന്നത്. 4 തരം നൈട്രജൻ ബേസുകളാണ് DNA-യിൽ കാണപ്പെടുന്നത്: അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഈ നൈട്രജൻ ബേസുകളെ നമുക്ക് പ്രധാനമായും 2 ഗ്രൂപ്പുകളായി തരംതിരിക്കാം: പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ്. പ്യൂരിൻസ് എന്ന കാറ്റഗറിയിൽ വരുന്ന നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, ഗ്വാനിൻ എന്നിവ. അതേസമയം പിരിമിഡിൻസ് എന്ന കാറ്റഗറിയിൽ വരുന്ന നൈട്രജൻ ബേസുകളാണ് തൈമിൻ, സൈറ്റോസിൻ എന്നിവ. ഈ നൈട്രജൻ ബേസുകളിൽ അഡിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായി മാത്രമേ ജോഡി ചേരുകയുള്ളൂ. ഈ ചിത്രീകരണം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ന്യൂക്ലിയോടൈഡ് തന്മാത്ര 3 യൂണിറ്റുകൾ ചേർന്നാണ് രൂപപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. ഒന്ന് പഞ്ചസാര തന്മാത്ര. DNA-യിൽ കാണുന്ന പഞ്ചസാര തന്മാത്രയാണ് ഡീഓക്സി റൈബോസ് പഞ്ചസാര. അടുത്തതായി കാണപ്പെടുന്നത് നൈട്രജൻ ബേസ് ആണ്. നമ്മൾ പറഞ്ഞു 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളുണ്ട്: അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇവിടെ അഡിനാണ് വരുന്നതെങ്കിൽ അതൊരു തരത്തിലുള്ള ന്യൂക്ലിയോടൈഡ് ആയിരിക്കും. ഇനി തൈമിനാണ് വരുന്നതെങ്കിൽ അത് മറ്റൊരു തരത്തിലുള്ള ന്യൂക്ലിയോടൈഡ് ആയിരിക്കും. ഗ്വാനിനാണ് വരുന്നതെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ന്യൂക്ലിയോടൈഡ് ആയിരിക്കും. സൈറ്റോസിനാണ് വരുന്നതെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ന്യൂക്ലിയോടൈഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ DNA-യിൽ 4 തരത്തിലുള്ള ന്യൂക്ലിയോടൈഡുകളായിരിക്കും കാണപ്പെടുന്നത്. പിന്നെ അടുത്തതായി വേണ്ടത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് ഇതൊരു ന്യൂക്ലിയോടൈഡായി മാറുന്നത്. ഇനി ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു DNA-യിൽ 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളുണ്ട്: അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. DNA-യിൽ 2 ഇഴകളാണുള്ളത്. ഒരു ഇഴയിൽ കാണപ്പെടുന്ന അഡിനിൻ തൈമിനുമായി മാത്രമേ ജോഡി ചേരുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെയുള്ള നൈട്രജൻ ബേസ് അഡിനിനാണെങ്കിൽ തൊട്ടടുത്ത് ഇവിടെ വരുന്ന ഈ ഇഴയിലെ തൈമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസുമായിട്ടായിരിക്കും ഇത് ജോഡി ചേരുന്നത്. ഇനി ഇവിടെ കാണപ്പെടുന്നത് ഗ്വാനിനാണെങ്കിൽ സൈറ്റോസിനുമായിട്ട് മാത്രമാണ് ജോഡി ചേരുക. ഇനി ഇവിടെ കാണപ്പെടുന്ന സൈറ്റോസിനാണെങ്കിൽ അത് ഗ്വാനിനുമായി മാത്രമാണ് ജോഡി ചേരുകയുള്ളൂ. DNA-യുടെ ഘടന തിരിച്ചറിയുന്നതിനുള്ള ഗവേഷണം നടത്തുകയായിരുന്ന റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന ശാസ്ത്രജ്ഞ എക്സ്റേ കിരണങ്ങൾ ഉപയോഗിച്ചെടുത്ത DNA-യുടെ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രം ഉപയോഗിച്ചാണ് വാട്സണും ക്രിക്കും DNA-യുടെ ഈ ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ചത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോശങ്ങളിൽ കാണപ്പെടുന്ന മറ്റൊരു ന്യൂക്ലിക് ആസിഡ് തന്മാത്രയായ RNA അല്ലെങ്കിൽ റൈബോ ന്യൂക്ലിക് ആസിഡിനെ കുറിച്ചാണ്. DNA പോലെ ഒരു ന്യൂക്ലിക് ആസിഡ് തന്മാത്രയാണ് RNA-യും. RNA-യുടെ ഫുൾ ഫോം ഒന്ന് ശ്രദ്ധിക്കുക: റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇനി നമുക്ക് DNA-യും RNA-യും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു DNA-യിൽ കാണപ്പെടുന്ന പഞ്ചസാര എന്ന് പറയുന്നത് ഡീഓക്സി റൈബോസ് പഞ്ചസാരയാണ്. അതേസമയം RNA-യിൽ കാണപ്പെടുന്ന പഞ്ചസാരയാണ് റൈബോസ് പഞ്ചസാര. അതുപോലെ DNA-യിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസുകളായിരുന്നു അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവ. എന്നാൽ RNA-യിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവ. DNA-യിൽ കാണപ്പെടുന്ന തൈമിന് പകരമായി RNA-യിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസാണ് യുറാസിൽ. ഈ 2 യൂണിറ്റുകളെ കൂടാതെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ചേർന്നാണ് RNA തന്മാത്ര രൂപപ്പെടുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് DNA 2 ഇഴകൾ ചേർന്നാണ് രൂപപ്പെടുന്നത്.
എന്നാൽ ഭൂരിഭാഗം RNAകളിലും ഒരു ഇഴ മാത്രമാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ DNA-യും RNA-യും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കുക. DNA-യിലെ ഇഴകളുടെ എണ്ണം 2ആണ്. RNA-യിൽ കൂടുതലും ഒരു ഇഴയോട് കൂടിയ RNA-കളാണ് കാണപ്പെടുന്നത്. പഞ്ചസാരയുടെ തരം നോക്കുന്ന സമയത്ത് DNA-യിൽ ഡീഓക്സി റൈബോസ് പഞ്ചസാരയും അതേസമയം RNA-യിൽ റൈബോസ് പഞ്ചസാരയുമാണ് കാണപ്പെടുന്നത്. DNA-യിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവ. RNA-യിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവ. ഇത്രയാണ് പ്രധാനമായും DNA-യും RNA-യും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അടുത്തതായി നമുക്ക് നമ്മുടെ DNA-യിൽ കാണപ്പെടുന്ന ഈ ജീനുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കോശങ്ങളിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും നമ്മുടെ സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാകുന്നതും പലതരത്തിലുള്ള പ്രോട്ടീനുകളുടെ പ്രവർത്തന ഫലമായാണ്. ഇത്തരം പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഈ പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിനാവശ്യമായ വിവരങ്ങൾ നമ്മുടെ DNA-യിലെ ജീനുകളിലാണ് അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ DNA-യിൽ കാണപ്പെടുന്ന നിശ്ചിത ഭാഗങ്ങളെയാണ് ജീനുകൾ എന്ന് വിളിക്കുന്നത്. ഈ ജീനുകളിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ചാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത്. ആദ്യം ഈ ചിത്രീകരണം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ശരീരത്തിലൊരു കോശമാണ്. ആ കോശത്തിനകത്തൊരു ന്യൂക്ലിയസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആ ന്യൂക്ലിയസിനകത്താണ് നമ്മുടെ ക്രോമസോമുകൾ കാണപ്പെടുന്നത്. ഈ ക്രോമസോമുകളുടെ ഭാഗങ്ങളാണ് DNA അല്ലെങ്കിൽ ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ DNA-യിലെ ചില ഭാഗങ്ങളെയാണ് നമ്മൾ ജീനുകൾ എന്ന് വിളിക്കുന്നത്. അതായത് കോശത്തിനകത്ത് ന്യൂക്ലിയസുകൾക്കുള്ളിൽ കാണപ്പെടുന്ന ക്രോമസോമുകളുടെ ഭാഗങ്ങളായ DNA-യുടെ നിശ്ചിത ഭാഗങ്ങളെയാണ് നമ്മൾ ജീനുകൾ എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയാണ് DNA-യിൽ കാണപ്പെടുന്ന ഈ ജീനുകളുടെ പ്രവർത്തനം നടക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ കോശത്തിനകത്ത് കാണപ്പെടുന്ന ഒരു DNA ആണ്. ഈ DNA-യിലെ ഒരു പ്രത്യേക ഭാഗത്ത് കാണുന്ന ജീനുകളിൽ അടങ്ങിയ വിവരങ്ങൾക്കനുസരിച്ചാണ് പ്രോട്ടീനുകളുടെ നിർമ്മാണം നടക്കുന്നത്. ഉദാഹരണത്തിന് ഇൻസുലിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോട്ടീൻ്റെ നിർമ്മാണം എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ കോശത്തിനകത്ത് DNA-യിലെ ഒരു പെർട്ടിക്കുലർ റീജിയനിലായിരിക്കും ഈ ഇൻസുലിൻ നിർമ്മാണത്തിന് ആവശ്യമായ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ജീൻ ഇരിക്കുന്നത്. അപ്പോൾ ആ ജീൻ ഈ DNA-യിലെ ഈ ഭാഗത്താണെന്ന് സങ്കല്പിക്കുക. ജീനുകളുടെ പ്രവർത്തനം നടക്കുന്ന സമയത്ത് DNA-യിൽ നിന്നും ആദ്യം ഒരു mRNA ആണ് രൂപപ്പെടുന്നത്. ഇത്തരത്തിൽ DNA-യിൽ നിന്നും ഒരു mRNA രൂപപ്പെട്ടതിന് ശേഷം ഈ mRNA ന്യൂക്ലിയസിൽ നിന്നും പുറത്ത് കടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ DNA-യിൽ നിന്നും ഫോം ചെയ്ത ഈ mRNA ന്യൂക്ലിയസിൽ നിന്നും സൈറ്റോപ്ലാസത്തിൽ എത്തിച്ചേർന്നു. നമുക്കറിയാം നമ്മുടെ കോശത്തിനകത്ത് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളാണ് റൈബോസോമുകൾ. പ്രോട്ടീൻ നിർമ്മാണം നടക്കണമെങ്കിൽ ഈ പ്രോട്ടീൻ നിർമ്മിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ റൈബോസോമുകളിൽ എത്തിച്ചേരണം. ഇപ്പോൾ നമ്മളിവിടെ എക്സാമ്പിൾ പറഞ്ഞത് നമുക്ക് വേണ്ടത് ഇൻസുലിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഈ ഇൻസുലിൻ എന്ന പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ വിവരങ്ങൾ അടങ്ങിയ mRNA റൈബോസോമിൽ എത്തിച്ചേരുന്നതാണ് അടുത്ത ഘട്ടം. പ്രോട്ടീനുകളുടെ അടിസ്ഥാന ഘടകങ്ങളാണ് അമിനോ ആസിഡുകൾ. അതായത് അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നാണ് പ്രോട്ടീനുകളായി മാറുന്നത്. അപ്പോൾ പ്രോട്ടീൻ നിർമ്മിക്കപ്പെടണമെങ്കിൽ ആദ്യം ആര് വേണം? അവിടെ അമിനോ ആസിഡുകൾ വേണം. അപ്പോൾ റൈബോസോമിൽ എത്തിച്ചേർന്ന mRNA-യിൽ അടങ്ങിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ tRNA എന്ന് പറയുന്ന മറ്റൊരു തരം RNA വിവിധ അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. ഇതാണ് അടുത്ത ഘട്ടം. അതായത് mRNA റൈബോസോമിൽ എത്തിച്ചേരുന്നു. ആ mRNA-യിൽ അടങ്ങിയിട്ടുള്ള വിവരങ്ങൾക്കനുസരിച്ച് അമിനോ ആസിഡുകളെ tRNA റൈബോസോമുകളിൽ എത്തിക്കുന്നു. ഇനി അവസാന ഘട്ടത്തിൽ ഈ അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർത്ത് റൈബോസോമുകൾ പ്രോട്ടീൻ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. mRNA-യിൽ അടങ്ങിയിരിക്കുന്ന വിവരമനുസരിച്ച് അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മാണം നടക്കുകയാണ് ചെയ്യുന്നത്. ഇത് പൂർത്തിയാവുന്നതോടുകൂടി ഇൻസുലിൻ എന്ന് പറയുന്ന പ്രോട്ടീനിൻ്റെ നിർമ്മാണം നമ്മുടെ കോശങ്ങളിൽ വെച്ച് നടക്കും. പ്രധാനമായും 3 തരം RNA-കളാണ് നമ്മുടെ കോശങ്ങളിൽ കാണപ്പെടുന്നത്.
ഫസ്റ്റ് വൺ mRNA, സെക്കൻഡ് വൺ tRNA, തേർഡ് വൺ rRNA. mRNA ആണ് മെസ്സഞ്ചർ RNA എന്ന് വിളിക്കുന്നത്. tRNA ട്രാൻസ്ഫർ RNA, rRNA റൈബോസോമൽ RNA. ഇപ്പോൾ mRNA എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ധർമ്മം നമുക്ക് ആ പേരിൽ തന്നെ മനസ്സിലാവും. മെസ്സഞ്ചർ RNA, DNA-യിൽ നിന്നുള്ള സന്ദേശങ്ങളെ റൈബോസോമുകളിലെത്തി പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന RNA-കളെയാണ് നമ്മൾ mRNA എന്ന് വിളിക്കുന്നത്. tRNA എന്ന് പറയുന്നത് ട്രാൻസ്ഫർ RNA ആണ്. അമിനോ ആസിഡുകളെ റൈബോസോമുകളിൽ എത്തിക്കുന്ന RNA-കളെയാണ് നമ്മൾ ട്രാൻസ്ഫർ RNA അല്ലെങ്കിൽ tRNA എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ തരം RNA ആണ് rRNA അല്ലെങ്കിൽ റൈബോസോമൽ RNA. റൈബോസോമുകളുടെ ഭാഗമായി കാണപ്പെടുന്ന RNA-കളെയാണ് റൈബോസോമൽ RNA അല്ലെങ്കിൽ rRNA എന്ന് വിളിക്കുന്നത്. നമ്മുടെ കോശങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന RNA-കൾ rRNA-കളാണ്. ഈ 3 തരം RNA-കളുടെയും സഹായത്തോടു കൂടിയാണ് കോശങ്ങളിൽ പ്രോട്ടീനുകളുടെ നിർമ്മാണം നടക്കുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യരിലെ ക്രോമസോമുകളെക്കുറിച്ചാണ്. ആദ്യമായി ചിത്രീകരണം ഒന്ന് ശ്രദ്ധിക്കുക. സ്വരൂപ ക്രോമസോമുകളും ലിംഗനിർണയ ക്രോമസോമുകളും. നമുക്കറിയാം മനുഷ്യനിൽ 46 ക്രോമസോമുകളാണ് കാണപ്പെടുന്നത്. 23 ജോഡി ക്രോമസോമുകൾ. ഇതിൽ 44 ക്രോമസോമുകൾ സ്വരൂപ ക്രോമസോമുകൾ അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോമുകളും 2 ലിംഗനിർണയ ക്രോമസോമുകൾ അല്ലെങ്കിൽ സെക്സ് ക്രോമസോമുകളുമായിരിക്കും. ഒരേപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ് ഒരു സ്വരൂപ ജോഡി ക്രോമസോമുകൾ. ഇത്തരത്തിലുള്ള 22 സ്വരൂപ ക്രോമസോമുകളാണ് നമ്മുടെ കോശങ്ങളിൽ കാണപ്പെടുന്നത്. സെക്സ് ക്രോമസോമുകൾ അല്ലെങ്കിൽ ലിംഗനിർണയ ക്രോമസോമുകൾ 2 തരമാണുള്ളത്. ഒന്ന് എക്സ് ക്രോമസോമും മറ്റൊന്ന് വൈ ക്രോമസോമും. സ്ത്രീകളിൽ 2 എക്സ് ക്രോമസോമുകളും പുരുഷന്മാരിൽ 1 എക്സ് ക്രോമസോമും 1 വൈ ക്രോമസോമുമാണ് കാണപ്പെടുന്നത്. അതായത് സ്ത്രീയുടെ ജനിതക ഘടന എന്ന് പറയുന്നത് 44 സ്വരൂപ ജോഡി ക്രോമസോമുകളും 2 എക്സ് ക്രോമസോമും ചേരുന്നതായിരിക്കും. അതേസമയം പുരുഷന്മാരുടെ ജനിതക ഘടന എന്ന് പറയുന്നത് 44 സ്വരൂപ ക്രോമസോമുകളും 1 എക്സ് ക്രോമസോമും 1 വൈ ക്രോമസോമും ചേരുന്നതാണ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ. വ്യതിയാനത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു സ്രോതസ്സാണ് ഈ ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന പ്രക്രിയ. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകളെയാണ് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസ് എന്ന് വിളിക്കുന്നത്. ഈ വ്യതിയാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്രോതസ്സാണ് ഈ ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ എന്ന പ്രക്രിയ. 2 തരത്തിലുള്ള കോശവിഭജന പ്രക്രിയയാണുള്ളത്. ക്രമഭംഗവും ഊനഭംഗവും, മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. നമ്മുടെ ലിംഗകോശങ്ങളിൽ നടക്കുന്ന കോശവിഭജന രീതിയാണ് ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് എന്ന് പറയുന്നത്. ഊനഭംഗത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ പ്രക്രിയ നടക്കുന്നത്. അതായത് ഊനഭംഗം നടക്കുന്ന സമയത്ത് അതിൻ്റെ ആദ്യഘട്ടത്തിൽ ക്രോമസോമുകൾ പരസ്പരം ജോഡി ചേർന്ന് ക്രോമസോമിൻ്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്ന ഈ പ്രക്രിയയാണ് ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഭാഗങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നത് മൂലം ഒരു DNA-യുടെ ഭാഗം മുറിഞ്ഞ് മറ്റൊരു DNA-യുടെ ഭാഗമായി മാറുന്നു. ഇത്തരത്തിൽ മുറിഞ്ഞു മാറുന്നത് മൂലം ജീനുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാവുകയും ഈ ക്രോമസോമുകൾ അടുത്ത തലമുറയിലെ സന്താനങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് പുതിയ സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ ചിത്രീകരണം ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ ഘട്ടം ഒന്ന് നോക്കാം. ഇത് 1ാമത്തെ ക്രോമസോം, ഇത് 2ാമത്തെ ക്രോമസോം. നമ്മൾ പറഞ്ഞു ഊനഭംഗത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് ഈ ക്രോമസോം മുറിഞ്ഞുമാറൽ പ്രക്രിയ നടക്കുന്നത്. ഊനഭംഗം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ 2 ക്രോമസോമുകളും പരസ്പരം കൂടിച്ചേരുന്നതായി കാണാം. ഇങ്ങനെ കൂടിച്ചേർന്നതിന് ശേഷം ഈ 2 ഭാഗങ്ങളും പരസ്പരം മുറിഞ്ഞതിന് ശേഷം ഈ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തതായിട്ടാണ് നമ്മൾ 3ാം ഘട്ടത്തിൽ കാണുന്നത്. അതായത് ഈ ക്രോമസോമിൻ്റെ ഒരു ഭാഗം ഈ ക്രോമസോമുമായിട്ടും ഈ ക്രോമസോമിൻ്റെ ഒരു ഭാഗം ഈ ക്രോമസോമുമായിട്ടും കൂടിച്ചേർന്നു.
ഈ ഒരു പ്രോസസ്സ് കഴിയുന്നതോടുകൂടി 2 പുതിയ തരം ക്രോമസോമുകളാണ് അവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നത് മൂലം ഈ 2 ക്രോമസോമുകളുടെയും ജീനുകളുടെ വിന്യാസത്തിൽ വ്യത്യാസം സംഭവിച്ചിരിക്കും. അതിനുശേഷം ഈ ക്രോമസോമുകൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതോടുകൂടി പുതിയ തലമുറയിൽ പുതിയ തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ പ്രകടമാവുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് ക്രോമസോം മുറിഞ്ഞുമാറൽ പ്രക്രിയ വ്യതിയാനങ്ങൾക്ക് കാരണമായി മാറുന്നത്. അടുത്തതായി നമുക്ക് ചില രോഗങ്ങളൊന്ന് പരിചയപ്പെടാം. ഒരു ജനിതക രോഗമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. മനുഷ്യരിലെ ക്രോമസോം നമ്പർ 11 ജീനിൻ്റെ തകരാറ് മൂലമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം ബാധിക്കുന്നത്. മറ്റൊരു രോഗമാണ് അൽഷീമേഴ്സ്. ക്രോമസോം നമ്പർ 14 ജീനിൻ്റെ തകരാറാണ് അൽഷീമേഴ്സിന് കാരണമായി മാറുന്നത്. ത്വക്കിലെ ക്യാൻസറിനെയാണ് മെലനോമ എന്ന് വിളിക്കുന്നത്. ക്രോമസോം നമ്പർ 9 ജീനിൻ്റെ തകരാറാണ് മെലനോമയ്ക്ക് കാരണമായി മാറുന്നത്. ഈ 3 ക്രോമസോം നമ്പറുകളൊന്ന് ഓർത്തു വയ്ക്കുക. ക്രോമസോം നമ്പർ 11 ജീനിൻ്റെ തകരാറാണ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമായി മാറുന്നത്. ക്രോമസോം നമ്പർ 14 ജീനിൻ്റെ തകരാറാണ് അൽഷീമേഴ്സിന് കാരണമായി മാറുന്നത്. ക്രോമസോം നമ്പർ 9 ജീനിൻ്റെ തകരാറാണ് മെലനോമ എന്ന സ്കിൻ ക്യാൻസറിന് കാരണമായി മാറുന്നത്. ഉൽപ്പരിവർത്തനം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ നമ്മുടെ ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളെയാണ് ഉൽപ്പരിവർത്തനം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ DNA ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ, ചില പ്രത്യേക രാസവസ്തുക്കൾ, ചില വികിരണങ്ങൾ തുടങ്ങിയവയെല്ലാം ഉൽപ്പരിവർത്തനങ്ങൾക്ക് കാരണമാവുന്നവയാണ്. ഇത്തരത്തിലുള്ള ഉൽപ്പരിവർത്തനം നമ്മുടെ ജീനുകളിൽ മാറ്റമുണ്ടാക്കുകയും ഈ ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. നമ്മുടെ ജീവപരിണാമ പ്രക്രിയയിൽ ഉൽപ്പരിവർത്തനങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇതുപോലെ തന്നെ വ്യതിയാനങ്ങൾക്ക് കാരണമാവുന്ന മറ്റൊരു പ്രക്രിയയാണ് ബീജസംയോഗം നടക്കുമ്പോഴുണ്ടാവുന്ന അലീൽ ചേർച്ച. നമ്മുടെ മാതാപിതാക്കളുടെ ക്രോമസോമുകൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് അവരുടെ ബീജകോശങ്ങളിലൂടെയാണ്. നമ്മുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ബീജകോശങ്ങൾ സംയോജിക്കുന്ന സമയത്ത് അതിൻ്റെ അലീൽ ചേർച്ചയിൽ വ്യത്യാസമുണ്ടാവുകയും മാതാപിതാക്കളിൽ നിന്നും വളരെ വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത പുതിയ തലമുറകളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതിന് ബീജസംയോഗവും ഒരു കാരണമായി മാറുന്നു. അടുത്തതായി നമ്മൾ മനുഷ്യരിൽ നടക്കുന്ന ലിംഗനിർണയ പ്രക്രിയയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സ്ത്രീയുടെ ജനിതക ഘടന എന്ന് പറയുന്നത് 44+XX ആണ്. പുരുഷൻ്റെ ജനിതക ഘടന എന്ന് പറയുന്നത് 44+XY ആണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലിംഗകോശങ്ങളിൽ അടങ്ങിയ ക്രോമസോമുകൾ എന്ന് പറയുന്നത് X ക്രോമസോമുകൾ മാത്രമായിരിക്കും. അതായത് X ക്രോമസോം അടങ്ങിയ അണ്ഡം മാത്രമാണ് സ്ത്രീകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതേസമയം പുരുഷന്മാരുടെ കേസിൽ 2 തരത്തിലുള്ള സെക്സ് ക്രോമസോമുകൾ കാണപ്പെടുന്നത് കാരണം X ക്രോമസോം അടങ്ങിയ സ്പേം അല്ലെങ്കിൽ പുംബീജവും Y ക്രോമസോം അടങ്ങിയ സ്പേം അല്ലെങ്കിൽ പുംബീജവും രൂപപ്പെടും. അതായത് 2 തരത്തിലുള്ള പുംബീജങ്ങളാണ് പുരുഷന്മാരിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. X ക്രോമസോം അടങ്ങിയ പുംബീജവും Y ക്രോമസോം അടങ്ങിയ പുംബീജവും. ഇനി ചെക്കർ ബോർഡൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ X ക്രോമസോം അടങ്ങിയൊരു പുംബീജവും അണ്ഡവും തമ്മിൽ കൂടിച്ചേരുമ്പോൾ XX പെൺകുട്ടിയായിരിക്കും. ഇനി ഈ X ക്രോമസോം അടങ്ങിയ പുംബീജവും ഈ അണ്ഡവും തമ്മിൽ കൂടിച്ചേരുന്ന സമയത്തും XX അതും പെൺകുട്ടിയായിരിക്കും. ഇനി ഈ Y ക്രോമസോം അടങ്ങിയ പുംബീജവും ഈ അണ്ഡവും തമ്മിൽ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ XY അതൊരാൺകുട്ടിയായിരിക്കും. ഈ Y ക്രോമസോം അടങ്ങിയ പുംബീജവും ഈ X ക്രോമസോമും കൂടെ ചേർന്ന് കഴിഞ്ഞാലും ഈ XY ഈ കണ്ടീഷൻ വരുമ്പോഴും അതൊരാൺകുട്ടിയായിരിക്കും. അപ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്നത് നിശ്ചയിക്കുന്നത് പിതാവിൽ നിന്ന് വരുന്ന XY ക്രോമസോമുകളാണ്. XX എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്ന സമയത്ത് അത് പെൺകുട്ടിയും XY എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്ന സമയത്ത് അത് ആൺകുട്ടിയുമായിരിക്കും. ഈ രീതിയിലാണ് മനുഷ്യരിൽ ലിംഗനിർണയം നടക്കുന്നത്. നമ്മുടെ സ്കിന്നിന് നിറം നൽകുന്ന പ്രോട്ടീനാണ് മെലാനിൻ എന്ന പ്രോട്ടീൻ. നമ്മുടെ ത്വക്കിന് നിറം നൽകുന്ന ജീനുകളുടെ അലീലിലെ പ്രവർത്തനങ്ങളിലെ വ്യത്യാസം മൂലം
മെലാനിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകളാണ് മനുഷ്യരിലെ ത്വക്കിൻ്റെ നിറവ്യത്യാസത്തിന് കാരണം. ഇത്രയും കാര്യങ്ങളാണ് ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ. ജനിതക ശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ കണ്ടൻറ്റ് ഇവിടെ മുഴുവനായിട്ടില്ല. അതിലെ ബാക്കി വരുന്ന കണ്ടൻറ്റ് ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ചാപ്റ്ററിലാണ്. നാളെയുടെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ബാക്കി വരുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാളെയുടെ ജനിതകം എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.